അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം അനിശ്ചിതത്വത്തിലായതോടെ മെസ്സിയെയും സംഘത്തെയും എത്തിച്ച് കയ്യടി നേടാനുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം കൂടിയാണ് പൊളിഞ്ഞതെന്ന വിമർശനവുമായി പ്രതിപക്ഷം. രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ബോധപൂർവം ഹൈപ്പ് സൃഷ്ടിച്ചതാണോ എന്ന് സംശയമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം പറഞ്ഞു. ആരാധകരും കടുത്ത നിരാശയിലാണ്. മെസ്സിക്കും സംഘത്തിനും കേരളത്തിലുള്ളത് വൻ ആരാധക സംഘം. സ്വാഭാവികമായും അർജന്റീനിയൻ ടീം കേരളത്തിലെത്തിയിരുന്നെങ്കിൽ അതുപയോഗപ്പെടുത്താൻ സർക്കാരിനാകുമായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നത് വിമർശനങ്ങൾക്കിടയാകുമെന്ന് മനസ്സിലാക്കിയാണ് സ്പോൺസർഷിപ്പ് എന്ന വഴി സർക്കാർ തേടിയത്. അർജന്റീനിയൻ ടീം എത്തുന്ന തീയതി വരെ ഒരു ഘട്ടത്തിൽ കായികമന്ത്രി അബ്ദുറഹ്മാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ഇപ്പോഴത്തെ അനിശ്ചിതത്വം സർക്കാരിനെയും വെട്ടിലാക്കി. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. ഏറ്റവും നിരാശാജനകമാണ് കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും യുവാക്കളെയൊക്കെ സംബന്ധിച്ച് ഈ വാർത്ത. ഒരു ഗ്രൗണ്ട് വർക്കും ഹോംവർക്കും നടത്താതെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചതാണോ എന്നുള്ളൊരു സംശയമാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത്. ആരാധകരും കടുത്ത നിരാശയിലാണ്. ഭയങ്കര സങ്കടത്തിലാണ്. മൂപ്പരൊന്ന് നേരിട്ട് കാണാനുള്ള ഒരുപാട് ആഗ്രഹം. അത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ല. നിരാശ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിരാശമാണ്. ഇപ്പൊ ഭയങ്കര സങ്കടമായി പോയി, പറ്റിച്ച കാര്യമായി പോയി. ഇപ്പൊ അതും ഒരു മോട്ടിവേഷൻ ആണ് അപ്പൊ മന്ത്രി പറയുന്നത്. അവർക്ക് എന്ത് സംഖ്യ അടിക്കാല്ലേ, അതൊക്കെ അടിച്ചുകൊണ്ട് എത്തിച്ചൂടെ മെഷീനെ, പിന്നെ വെറുതെ പറയാക്കണം കയ്യൂലേലി. ഫിഫയുടെ അംഗീകാരമുള്ള സ്റ്റേഡിയം സംസ്ഥാനത്തില്ലെന്നതടക്കമുള്ള പ്രായോഗിക പ്രശ്നങ്ങളും ഇതിനിടയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ അനിശ്ചിതത്വത്തിന് സർക്കാരും സ്പോൺസറും കൂടുതൽ വിശദീകരണം ആരാധകർക്ക് മുന്നിൽ വെക്കേണ്ടി വരും. മീഡിയ 1 തിരുവനന്തപുരം.